بسم الله الرحمن الرحيم أولم يروا كيف يبدئ الله الخلق ثم يعيده إن ذلك على الله يسير قل سيروا في الأرض فانظروا كيف بدأ الخلق ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير يعذب من يشاء ويرحم من يشاء وإليه تقلبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1347 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 19 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്ത് സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا كيف يبدئ الله الخلق ثم يعيده إن ذلك على الله يسير قل سيروا في الأرض فانظروا كيف بدأ الخلق ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير يعذب من يشاء ويرحم من يشاء وإليه تقلبون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 19 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ 19ാമത്തെ ആയത്ത് മുതൽ 23ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം, അതിന്റെ തുടക്ക ഭാഗമാണ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ഭാഗം 19 മുതൽ 23 വരെയുള്ള ഈ 5 ആയത്തുകള് അതിന്റെ മുമ്പുള്ള വിവരണത്തിൽ നിന്ന് അല്പം വ്യത്യസ്തതയുള്ള ആയത്തുകളാണ് എന്ന് കാണാൻ കഴിയും. നമ്മള് കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ വ ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ആ ഭാഗം നേരത്തെ നൂഹ് അലൈഹി ഇസ്ലാമിനെ നാം നിയോഗിച്ചയക്കുകയുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഇബ്രാഹിമിനെയും നാം പ്രവാചകത്വ ദൗത്യം ചുമതലപ്പെടുത്തിക്കൊണ്ട് അയക്കുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്ലാം നിർവഹിച്ച ആ ദൗത്യത്തെ വളരെ സംക്ഷിപ്തമായി വിവരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകൾ അവലം യറൗ കൈഫ യുബ്ദിഉല്ലാഹുൽ ഖൽഖ സുമ്മ യുഈദു എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ 23 വരെയുള്ള ആയത്തുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിൽ നിന്നൊരൽപ്പം മാറി നിന്ന് മക്കയിലെ ആളുകളെ പ്രത്യേകമായി കേൾപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നേരിട്ട് കാര്യങ്ങൾ വിവരിക്കുന്ന വിധത്തിലാണ് എന്നത് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. അതിന്റെ തൊട്ടു മുമ്പ് നൂഹ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും വിവരിക്കപ്പെടുകയുണ്ടായി. ഇതൊക്കെയും മക്കയിലെ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമായതുകൊണ്ട് വിവരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ആ വിവരണം, ആ ചരിത്രപരമായ ആ വിവരണം നിർവഹിക്കപ്പെടുന്നതിനിടയിലായിട്ട് അള്ളാഹു മക്കയിലെ ആളുകളോട് നേരിട്ട് സംവദിക്കുന്ന ഒരു ശൈലിയിലാണ് ഈ 19 മുതൽ 23 വരെയുള്ള ആയത്തുകൾ എന്ന് കാണാൻ കഴിയും. പക്ഷെ ഖുർആന്റെ വളരെ വിസ്മയകരമായ ഒരു ശൈലി കാരണമായിട്ട് ആ ഒഴുക്കില്
നമ്മളത് അറിയാതെ അതിന്റെ ഭാഗമായി മാറുന്നത് കാരണമായി ആ വിവരണത്തിൽ മാറ്റം വരുന്നത് അത്ര എളുപ്പത്തിൽ നമ്മൾ ശ്രദ്ധയിൽ വന്നുകൊള്ളണം എന്നില്ല. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയോട് സംസാരിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങള് വിവരിക്കപ്പെട്ടു തുടങ്ങിയത്. പക്ഷെ ഇടക്ക് വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടമോ ആ സമൂഹമോ അല്ല ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആരാണോ അഭിസംബോധന ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അള്ളാഹു ഇടയില് ചില വാചകങ്ങൾ അവരെ കേൾപ്പിക്കാനായിട്ട് അതിനോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു ശൈലിയിൽ അത് പറയുന്നത് കാണാൻ കഴിയും. ഈ വിധത്തില് സംസാരിക്കുന്ന ആള് കേൾക്കുന്ന ആളുകള് ഒക്കെ നിരന്തരമായി മാറ്റിക്കൊണ്ട് അതില് വലിയ മാറ്റം നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ എന്നാൽ ഈ പാരായണത്തിന്റെ ഒഴുക്കിന് യാതൊരു ഭംഗവും വരാത്ത വിധത്തില് ഈ കാര്യം അതിന്റെ ശൈലീപരമായിട്ട് അതിൽ ഉൾച്ചേർക്കാൻ സാധിക്കുന്നു എന്നത് തന്നെ വിശുദ്ധ ഖുർആന്റെ ശൈലീപരമായ ഒരു വലിയ പ്രത്യേകതയാണ്. നമുക്ക് ഈ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളുടെ ആശയം ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അവലം യറൗ കൈഫ യുബ്ദി ഉല്ലാഹുൽ ഖൽഖ സുമ്മ യുഈദു. ഒരു ചോദ്യരൂപത്തിലാണ്. ഈ കൂട്ടര് കാണുന്നില്ലേ? ഈ കൂട്ടർ മനസ്സിലാക്കുന്നില്ലേ? അവലം യറൗ, മക്കയിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഈ ആളുകൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കാണുന്നില്ലേ? കൈഫ യുബ്ദി ഉല്ലാഹുൽ ഖൽഖ സുമ്മ യുഈദു. അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിപ്പ് തുടങ്ങിയിട്ടുള്ളത്, പിന്നീട് അതിനെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് ഇവര് നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് ചോദ്യം. അപ്പോ പ്രവാചകന്മാർ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ നിഷേധിക്കുന്ന ഈ ആളുകള് അള്ളാഹുവിന്റെ ദിവ്യത്വത്തിലും അവന്റെ സ്രഷ്ടാവ് എന്ന പദവിയിലും മുഴുവൻ ചരാചരങ്ങൾക്കുമായി അവർക്ക് വേണ്ട ജീവിത വിഭവങ്ങൾ നൽകുന്ന റാസിഖ് എന്ന നിലക്കും അവനോടൊപ്പം പങ്കാളിയായിട്ട് ആരുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന അള്ളാഹുവിന്റെ ആ യുനീക്നെസ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രവാചകന്മാര് ജനങ്ങളെ അള്ളാഹുവിന്റെ ഏകത്വത്തിലെ ഉള്ള വിശ്വാസത്തിലേക്കായിട്ട് ക്ഷണിക്കുന്നത്. അതിലൊരാൾക്കും പങ്കില്ല എന്നത് അവര് കൈകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ രൂപങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും അതുപോലെ അവര് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾദൈവങ്ങൾക്കും ഒന്നും തന്നെ ഇതില് പങ്കില്ല. സൃഷ്ടികർമ്മത്തിലും അതിന്റെ നൈരന്തര്യത്തിലും ഒന്നും ഒരു പങ്കുമില്ല എന്ന കാര്യം ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. അവലം യറൗ കൈഫ യുബ്ദി ഉല്ലാഹുൽ ഖൽഖ സുമ്മ യുഈദു. ഈ കൂട്ടര് നോക്കി മനസ്സിലാക്കിയിട്ടില്ലേ, കണ്ട് മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിപ്പ് ഖൽഖ് തുടങ്ങുകയുണ്ടായത്. സുമ്മ യുഈദുഹു, പിന്നീട് അതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, മടക്കിക്കൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും സൃഷ്ടിപ്പിന് ആ നൈരന്തര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് ഇവർ കണ്ടിട്ടില്ലേ, ഇവർ നിരീക്ഷിച്ചിട്ടില്ലേ? ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. സൃഷ്ടിപ്പിന്റെ ആവർത്തനം ഒന്നാമത് വട്ടം മനുഷ്യനോ ജീവജാലങ്ങളോ ഒക്കെ സൃഷ്ടിക്കപ്പെടുക എന്നത് തീർച്ചയായിട്ടും ബദീഅ സമാവാതി വൽ അർള് എന്ന വിവരണത്തിൽ വരുന്ന പോലെ ആദ്യമായിട്ടൊരു സംഗതിയെ രൂപകൽപ്പന ചെയ്യുന്ന സൃഷ്ടികർത്താവിന്റെ
അത്യസാധാരണമായ സൃഷ്ടി വൈഭവത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. കാരണം ഒരു ആശയം പ്രയോഗത്തിൽ കൊണ്ടുവരലാണത്. അപ്പോ ഒരു സംഗതി പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിന്റെ ആശയം വളരെ പെർഫെക്റ്റ് ആയിട്ട് കൺസീവ് ചെയ്യപ്പെടണം. ഒരു ജീവിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ജീവിയുടെ സകലവിധ പ്രത്യേകതകളെ കുറിച്ചും സ്രഷ്ടാവിന് നല്ല കൃത്യമായ ബോധ്യം ഉണ്ടാവണം. എങ്ങനെയാണ് അതിന്റെ ഓരോ സംഗതികളും ഫങ്ഷൻ ചെയ്യേണ്ടത്, പ്രവർത്തനക്ഷമമാവേണ്ടത്, എന്തൊക്കെ ധർമ്മങ്ങളാണ് അത് ഒരു സ്പീഷീസ് എന്നുള്ള നിലക്ക് നിർവഹിക്കേണ്ടിയിരിക്കുന്നത്, ആരുടെയൊക്കെ ഭാഗധേയങ്ങളുമായിട്ടാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങള് മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രമേ സൃഷ്ടിപ്പിലേക്ക് അതിന് രൂപകൽപ്പന നൽകുന്നതിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ മനുഷ്യന്റെ നിർമ്മാണ അല്ലെങ്കിൽ സർഗാത്മക കഴിവുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപരത എന്ന് പറയുന്നത് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാവുന്നത് അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലല്ല എന്നുള്ളതാണ്. മനുഷ്യനെപ്പോഴും ഈ ട്രയൽ ആൻഡ് എറർ രീതിയിലാണ്, അതിനെപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി അതിനെ മെച്ചപ്പെടുത്തി അതിന്റെ പുതിയ എഡിഷൻ ഇറക്കി അതിന്റെ പുതിയ മോഡല് ഡിസൈൻ ചെയ്ത് അങ്ങനെ അതിന്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് മനുഷ്യൻ നിർമ്മിക്കുന്ന, മനുഷ്യൻ രൂപകൽപ്പന ചെയ്യുന്ന ഏതിനും ഉള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയല്ല. ഒന്നാം നാൾ മുതൽ തന്നെ ഏത് സംഗതിയെ അവൻ സൃഷ്ടിച്ചതാണെങ്കിലും അതിനൊരു തികവുണ്ടാകും, ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. അത് പിന്നീട് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആകാശഭൂമികളായാലും സൃഷ്ടിജാലങ്ങളായാലും സസ്യലോകവും ജൈവലോകവും ഒക്കെ ആയിട്ടുള്ള സൃഷ്ടിജാലങ്ങളായാലും അചേതന വസ്തുക്കൾ എന്ന് നമ്മൾ വിവരിക്കുന്ന വിധത്തിലുള്ളതായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭൂമുഖത്തുണ്ടായിരുന്ന പല സംഗതികളും ഇന്ന് നമുക്ക് പുതിയ പല പ്രയോജനങ്ങൾക്കും പല ഉപയോഗങ്ങൾക്കും ഉപകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അചേതന വസ്തുക്കളിൽ തന്നെ. ഇപ്പോ ഇന്റർനെറ്റിന്റെയും അതുപോലെ പുതിയ സാങ്കേതിക വിദ്യയുടെ ഒക്കെ മുന്നേറ്റത്തില് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാ സംഗതികളും തന്നെ സഹസ്രാബ്ദങ്ങളായിട്ട് ഭൂമുഖത്ത് ഉണ്ടായിരുന്ന സംഗതികളാണ്. അപ്പൊ മനുഷ്യവാസം ഭൂമുഖത്ത് തുടങ്ങി ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം ഭൂമുഖത്ത് ലഭ്യമായ പല സംഗതികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കും എന്ന കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുകൂടി പറ്റുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ്. മനുഷ്യനെപ്പോഴും ഒരു സ്റ്റെപ്പ് പുറകിലായിട്ടാണ് ഉണ്ടാവുക. നമ്മളൊരു കാറ് ഡിസൈൻ ചെയ്താൽ തീർച്ചയായിട്ടും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാറ് ഡിസൈൻ ചെയ്യാൻ അടുത്ത തലമുറക്കോ അല്ലെങ്കിൽ ഈ ഡിസൈനർക്കോ തന്നെയും വീണ്ടും അവസരം ബാക്കി വെച്ചുകൊണ്ടാണ് ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അത് ഏത് രൂപത്തിലുള്ളതായാലും ജൈവലോകമായാലും ജീവജാലങ്ങളുടെ കാര്യത്തിലായാലും സസ്യജാലങ്ങളുടെ കാര്യത്തിലായാലും മനുഷ്യന്റെയോ അല്ലെങ്കിൽ ആകാശഭൂമികളുടെയോ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ചേതനമോ അചേതനമോ ആയ സംഗതികളുടെയോ ഒക്കെ കാര്യത്തിലായാലും അതിന് ഒന്നാമത്തെ വട്ടം തന്നെ സൃഷ്ടിപ്പ് നൽകുമ്പോ അള്ളാഹ് അതിന്റെ ഏറ്റവും ഫൈനലായ രൂപം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ഓരോ തവണയും മെച്ചപ്പെടുത്തി നല്ലതാക്കി കൊണ്ടുവരാം എന്നൊരു സമീപനമല്ല അതിലുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് സൃഷ്ടിക്കുകയും പിന്നീട് അതിന്റെ നൈരന്തര്യം അതിന്റെ ആവർത്തനം സംഭവിപ്പിക്കുകയും ചെയ്യുന്നത് യാതൊരു പ്രയാസമുള്ള ഒരു സംഗതിയല്ല. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു, ആദ്യത്തെ മനുഷ്യനിൽ നിന്ന് അവന്റെ
പ്രജനനം അവൻ രൂപകൽപ്പന ചെയ്തു. അങ്ങനെ ആണും പെണ്ണും ചേർന്ന് പുതിയൊരു മനുഷ്യ സ്പീഷീസിൽപ്പെട്ട പുതിയൊരു അംഗത്തിന് വഴി തുറന്നു കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു നൈരന്തര്യം അങ്ങനെ നിരന്തരമായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള സംഗതിയല്ല. ഈ ആളുകള് ഈ കാര്യം നിരീക്ഷിച്ച് കാണുന്നില്ലേ എന്നതാണ് അള്ളാഹുവിടെ ചോദിക്കുന്ന ചോദ്യം. അവലം യറവും, ഇവര് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഇവര് നിരീക്ഷിച്ച് കാണുന്നില്ലേ? കൈഫ യുബ്ദി ഉല്ലാഹുൽ ഖൽഖ, എങ്ങനെയാണ് സൃഷ്ടിപ്പ് അല്ലാഹു തുടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം. സുമ്മ യുഈദുഹു, പിന്നെ എങ്ങനെയാണ് അവൻ അതിനെ ആ സൃഷ്ടിപ്പ് എന്ന കാര്യത്തെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആവർത്തനം എന്നതും ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, നിങ്ങൾ പല പേരും വിളിച്ച് അള്ളാഹുവിനോടൊപ്പം പങ്കാളിത്തമുള്ളവനായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രതിഭാസങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെയും അള്ളാഹു ചെയ്തിട്ടുള്ള കാര്യമാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കില്ല, എന്ന് അവരൊന്നുമില്ല. നിങ്ങളുടെ സൃഷ്ടിപ്പിൽ പോലും പങ്കില്ല, കാരണം ഇത് നിങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഒരു പിറവി എടുക്കുമ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കൈകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച സംഗതിക്ക് ദിവ്യത്വം നിങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അവയ്ക്ക് അള്ളാഹുവിന്റെ ദിവ്യത്വത്തിൽ പങ്കുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒന്നാമത് വട്ടം സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു അത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും പ്രയാസമുള്ള കാര്യമേ അല്ല എന്നാണ് അള്ളാഹു ഇടക്ക് കയറി ഈ ചർച്ചയിൽ ഈ ഒരു ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഖുൽ, പ്രവാചകരെ അവരോട് പറഞ്ഞോളൂ, അവരോട് ഇങ്ങനെ ആവശ്യപ്പെട്ടോളൂ. സിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ. ഫൻളുറൂ, എന്നിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കൂ, നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. കൈഫ ബദ അൽ ഖൽഖ്, എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടി കർമ്മം തുടങ്ങിയിട്ടുള്ളത്. സുമ്മല്ലാഹു യുൻശിഉ നശ്അത്തൽ ആഖിറ, പിന്നീട് തീർച്ചയായിട്ടും അള്ളാഹു മറ്റൊരു തുടക്കം കുറിക്കാനുണ്ട്. അള്ളാഹു ഒന്നാമത്തെ സൃഷ്ടികർമ്മം നടത്തി എന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ടു. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് അത് നിരീക്ഷിച്ച് മനസ്സിലാക്കാനാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ ആളുകളോട് അങ്ങനെ ആവശ്യപ്പെടാനാണ് പറയുന്നത്. മക്കയിലെ ആളുകൾ അത് ചെയ്താലും ഇല്ലെങ്കിലും മനുഷ്യരാശി ഈ കാര്യത്തിൽ നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവന്റെ ഉൽപ്പത്തി എങ്ങനെയാണ്, മനുഷ്യന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് ആദ്യത്തെ ഒരു ജീവി ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യൻ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ഭൂമിയിലുള്ള പല ശേഷിപ്പുകളും വെച്ചുകൊണ്ട്, ഫോസിലുകൾ പോലെയുള്ള പലതും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ചൊക്കെ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു അതിനെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, അതൊരു സത്യമാണ്. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളോ ബിംബങ്ങളോ അല്ലെങ്കിൽ ഈ രൂപങ്ങളോ ഒന്നുമല്ല സൃഷ്ടിപ്പിന് തുടക്കമിട്ടിട്ടുള്ളത്. അത് പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സുമ്മല്ലാഹു യുൻശിഉ നശ്അത്തൽ ആഖിറ, പിന്നീട് വീണ്ടും അള്ളാഹു ഒരു തുടക്കമിടാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരു പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു തുടക്കം തീർച്ചയായിട്ടും അവൻ നിർവഹിക്കും. സുമ്മല്ലാഹു യുൻശിഉ നശ്അത്തൽ
ആഖിറ. രണ്ടാമതൊരു തുടക്കമിടൽ അള്ളാഹു, അല്ലെങ്കിൽ രണ്ടാമതൊരു സൃഷ്ടികർമ്മം നടത്തൽ അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ നിർവഹിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായിട്ടും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഒന്നാമത്തെ വട്ടം സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മരിച്ചൊടുങ്ങി പോയതിനു ശേഷം അവരെയൊക്കെ വീണ്ടും ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് തീർച്ചയായിട്ടും അവന്റെ പദ്ധതിയിലുള്ളതാണ്. അത് അവന് പ്രയാസകരമായ ഒരു കാര്യമേ അല്ല. അള്ളാഹു ഒന്നാമത്തെ തവണ തന്നെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നും അതിന്റെ ആവർത്തനം, അതിന്റെ നൈരന്തര്യം അവൻ നടപ്പിലാക്കിയത് എങ്ങനെയാണ് എന്നും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരുത്ഥാനം എന്നൊരു സംഗതി അസാധ്യമാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനുമാണ് എന്നാണ് അള്ളാഹുവിടെ ഈ ആളുകളെ കേൾപ്പിക്കുന്ന കാര്യം. യുഅദ്ദിബു മൻ യശാഉ വയർഹമു മൻ യശാഉ. അവൻ ഉദ്ദേശിക്കുന്നവരെ അതിനെ തുടർന്ന് അവൻ ശിക്ഷക്കിരയാക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ കാരുണ്യം അവൻ നൽകുന്നു. യുഅദ്ദിബു മൻ യശാഉ. അവന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചിലരെ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു. വയർഹമു മൻ യശാഉ. അതേപോലെ തന്നെ അവന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചിലർക്ക് കാരുണ്യം നൽകുകയും ചെയ്യുന്നു. വഇലൈഹി തുഖ്ലബൂൻ. അവന്റെ അടുക്കിലേക്കാണ്, അവനിലേക്കാണ് നിങ്ങളൊക്കെയും മടക്കപ്പെടാനിരിക്കുന്നത്. അപ്പൊ ഈ നശ്അത്തുൽ ആഖിറ എന്ന് പറഞ്ഞ ഒരു സംഗതി തീർച്ചയായിട്ടും സംഭവ്യമാണ്. അത് നടപ്പിലാകും. ആ ഘട്ടത്തില് ആര് ശിക്ഷക്ക് അർഹരാകുന്നു, ആര് അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റുവാങ്ങുന്നു എന്നതൊക്കെയും അള്ളാഹുവിന്റെ മശീഅത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. അർഹതയുള്ളവർക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. അള്ളാഹുവിന്റെ ശിക്ഷ അർഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മശീഅത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. ഒരാളും തന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും തിരിച്ചയക്കപ്പെടാൻ പോകുന്നില്ല. വഇലൈഹി തുഖ്ലബൂൻ. നിങ്ങൾ തിരികെ അയക്കപ്പെടാൻ പോകുന്നത് അവന്റെ അടുക്കലേക്ക് തന്നെയാണ്. ഇതില് അള്ളാഹു അല്ലാത്ത മറ്റ് സംഗതികളെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് അവയ്ക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ആളുകളുടെ ആ നടപടി എത്ര മൂഢമാണ്, അടിസ്ഥാനരഹിതമാണ് എന്നതാണ് അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന മറ്റേത് സംഗതിയുടെ കാര്യത്തിലും ഒരു കാര്യം തീർച്ചയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അവയൊന്നും തന്നെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. അവയൊക്കെ ആരാധിക്കപ്പെട്ടു തുടങ്ങിയത് അള്ളാഹു പ്രപഞ്ച സൃഷ്ടിപ്പ് നടത്തി എത്രയോ കാലം പിന്നിട്ടതിന് ശേഷം മാത്രമാണ്. അപ്പൊ അവയ്ക്ക് ഒരു തുടക്കമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന പലതും ചരിത്രത്തിന്റെ മറ്റൊരു ഘട്ടത്തില് പൂർണ്ണമായി അപ്രസക്തമായി മാറുകയും ആളുകള് കൈയൊഴിയുകയും ചെയ്തിട്ടുണ്ടാവും. ഏത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഏത് സംഗതിയെ നമ്മൾ അതിന്റെ ചരിത്രം പരിശോധിച്ചാലും അവ ആരാധിക്കപ്പെട്ട് തുടങ്ങുന്നതിന് ഒരു തുടക്കം ഉണ്ടാവും. അതിന്റെ ഒരു ചരിത്രം, അതിനൊരു ആരംഭമുണ്ട്. അത് ഉപേക്ഷിക്കപ്പെടുന്ന, കൈയൊഴിയപ്പെടുന്ന ഒരു സമയവും ഉണ്ടാവും. പലതും ഇപ്പോഴും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അവയൊക്കെയും തന്നെ കൈയൊഴിയപ്പെടും വൈകാതെ. എന്നെന്നും നിലനിൽക്കുന്നവനായിട്ടുള്ളത് അള്ളാഹുവാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ മുന്നില് ഈ ആളുകൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള രൂപങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ, ഇതിനെയൊക്കെ ആരാധിക്കുന്നത് ആ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഇവയൊക്കെ ഗൗനിക്കുന്നതും വകവെക്കുന്നതും എത്ര വലിയ
ആത്മവഞ്ചനയാണ് എന്ന കാര്യമാണ് അള്ളാഹുവിടെ ഈ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്. ഓരോരുത്തരും അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ അവരുടെ പൂർവികര് ഉരുട്ടിയുണ്ടാക്കിയതോ ആയ സംഗതികളെ ദൈവമാണ് എന്ന നിലക്ക് സങ്കല്പിച്ചുകൊണ്ട് അതിനെ ആരാധിക്കുകയും അതിന് വഴിപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് അവരെത്രത്തോളം അവരെ തന്നെ വഞ്ചിക്കുകയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ കാര്യം ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് എത്രത്തോളം പ്രസക്തമായിരുന്നോ അതേപോലെ മുഹമ്മദ് നബിയുടെ സമകാലികരായ ആളുകൾക്ക് ഈ ആശയങ്ങള് അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഈ ആർഗ്യുമെന്റ്സ് അതേ വിധത്തിൽ തന്നെ പ്രസക്തമാകുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. നമ്മുടെ സാഹചര്യത്തിലും ഈ ആയത്തുകള് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതും ഉയർത്തി കാണിക്കേണ്ടതും ഒക്കെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഡിസ്കോഴ്സസിൽ നിന്ന് ഈ മുഖ്യമായ വിഷയം മാറ്റി നിർത്തപ്പെടുകയാണ്. നമ്മുടെ ഓരോ സാഹചര്യത്തിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളോ പ്രതിസന്ധികളോ കാരണമായിട്ട് നമ്മൾ അതിലങ്ങ് ഉടക്കി കിടക്കുന്നത് കൊണ്ട് അതില് നമ്മൾ കുരുങ്ങിക്കിടക്കുകയാണ് എന്നതുകൊണ്ട് പലപ്പോഴും ഈ മുഖ്യമായ വിഷയത്തില് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് കേവലം അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയാവുന്ന ഒരു സമുദായമല്ല. ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട സമുദായമാണ്. ഉമ്മത്ത് വസത്തായിട്ട് ഖൈറു ഉമ്മത്തായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു സമുദായമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സമുദായത്തിന്റെ സുരക്ഷിതത്വം മാത്രം നോക്കാനല്ല അവർക്ക് ബാധ്യതയുള്ളത്. മറിച്ച് അവർ നിലകൊള്ളുന്ന ആ സമൂഹത്തില് അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ഈ സത്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരികയും അവരകപ്പെട്ടിരിക്കുന്ന അബദ്ധങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ബാധ്യസ്ഥതയുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം റിസർവേഷൻ ഉള്ളത് കൊണ്ടും അതുപോലെ വോട്ട് ചെയ്യാനുള്ള അവകാശം സ്ഥാപിതമായതുകൊണ്ടും പൗരത്വം ഉറപ്പുവരുത്തപ്പെട്ടതുകൊണ്ടും നിങ്ങളുടെ സ്വത്തുവകകള് സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടും നിങ്ങളുടെ കാര്യം സുരക്ഷിതമായിട്ടുണ്ടല്ലോ, ഇനി നിങ്ങളൊന്നും പറയരുത് എന്ന് ആരെങ്കിലും പറയുന്നത് പോലെ അല്ലെങ്കിൽ പറയാൻ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്ഥിതി പലപ്പോഴും മാറുന്നുണ്ട്. നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിവിടെ സമൂഹത്തിന്റെ ഉയർന്ന ശ്രേണിയില് അധികാരം കൈയാളുന്ന ആളുകളായിക്കൊണ്ട് നിലനിൽക്കുന്നവരുടെ കാര്യത്തിലും അതേപോലെ തന്നെ വളരെ താഴെ തട്ടില് ജീവിത പ്രയാസങ്ങള് പേറിക്കൊണ്ട് കഴിയുന്ന എല്ലാ വിധത്തിലുള്ള ഭാരവും ചുമക്കുന്ന തരം ആളുകളുടെ കാര്യത്തിലൊക്കെ ഒരുപോലെ പ്രസക്താണ്. ഇവരൊക്കെയും തന്നെ അകപ്പെട്ടിരിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി അള്ളാഹു എന്ന അസ്തിത്വത്തെ വേണ്ട വിധത്തില് മനസ്സിലാക്കാതെ അള്ളാഹു അല്ലാത്ത പലതിനെയും ദിവ്യത്വമുള്ളവരായി കണ്ടുകൊണ്ട് ആ ഒരു സമീപനം സ്വീകരിക്കുന്ന കാരണത്താലുള്ള ഒരു ദുഷിച്ച ജീവിത വീക്ഷണത്തിലാണ് ഇവരൊക്കെ അകപ്പെട്ടിരിക്കുന്നത്. ശിർക്ക് എന്നാണ് അതിനെ ഒറ്റ വാക്കില് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ശിർക്കിന്റെ ഒരു ജീവിത വീക്ഷണത്തിലാണ് ഈ ആളുകൾ അകപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് അവരെ വിമോചിതരാകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും അതിന് സഹായകമാവുന്ന വിധത്തിലുള്ള ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കലും തന്നെ അബദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഹക്ക്, ഒരാൾക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഹക്ക് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചുമതല മുസ്ലിം സമൂഹത്തിന്റെ
അവരുടെ ചുമതലയായിട്ട് അവരുടെ ശിരസിൽ അള്ളാഹു വഹിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് കേവലം ഒരു സമുദായം എന്നുള്ള നിലക്കുള്ള അവകാശങ്ങളെ കുറിച്ചും ഒരു സമുദായം എന്നുള്ള നിലക്ക് അവര് നേരിടുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ മാത്രമാണ് മുസ്ലിം സമൂഹം പലപ്പോഴും അങ്ങനെ ഒരു സംഗതിയിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു ഇത്. അത് ഒരു ആ ഘട്ടത്തില് അവര് പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുമ്പോ ഖിബ്തി വംശവും ഫിറഔനും അവരെ എല്ലാ നിലക്കുമുള്ള മർദ്ദനങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ടിരുന്ന ഘട്ടത്തില് അവരൊരു ദൗത്യം നിർവഹിക്കുന്ന ഒരു സമൂഹമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഒരു സമൂഹം എന്നുള്ള നിലക്കുള്ള ഒരുപാട് ഭാരങ്ങൾ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ എന്ന അവസ്ഥയിൽ മാത്രമാണ് അവരുണ്ടായിരുന്നത്. ആ സമൂഹത്തിന്റെ വിമോചകനായിട്ട് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയച്ചപ്പോ അള്ളാഹു ആദ്യം നിർദ്ദേശിച്ചത് ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗ എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് നീ ഫിറഔന്റെ അടുക്കലേക്ക് പോകണം, അവൻ ധിക്കാരിയായിട്ടാണ് വാണുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് അവനോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സമുദായം എന്നുള്ള നിലക്ക് ദൗത്യ നിർവഹണം മുഖ്യമായ ഒരു 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 അജണ്ടയായിട്ട് അവര് സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ്, അതിനെ തുടർന്നാണ് ഒരു സമുദായം എന്നുള്ള നിലക്ക് അവരുടെ വിമോചനത്തിനുള്ള വഴി തുറന്നു വരുന്നതും അള്ളാഹുവിന്റെ സഹായം അവർക്ക് വന്നു ചേരുന്നതും ഒക്കെ എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വന്തം സമൂഹത്തിന്റെ സാമുദായികമായ പ്രശ്നങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുകയായിരുന്നുവെങ്കിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഒരിക്കലും തന്നെ ഈജിപ്തിലെ അവരുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. മറിച്ച് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടണം എന്ന് അയാളെ കേൾപ്പിച്ചതിനെ തുടർന്ന് മാത്രമാണ് അവിടെ വഴി പിരിയുന്നതും ബനൂ ഇസ്രായേൽ സമൂഹത്തിനുള്ള രക്ഷപ്പെടാനുള്ള വഴി തുറന്നു കിട്ടുന്നതും ഒക്കെ എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് സമാനതകള് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമൂഹവുമായിട്ട് ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ദൗത്യ നിർവഹണത്തിനെ കുറിച്ചുള്ള ബോധ്യം ഇസ്ലാമിക സമൂഹം, അവരുടെ നേതാക്കന്മാര്, അവരില് സംഘടിത സമൂഹങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകള്, ഇവരൊക്കെ അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വഴി അവർക്ക് തുറന്നു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു ന്യായവും കാണുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര സംഭവങ്ങൾ ഇവിടെ വിവരിച്ചതിനെ തുടർന്ന് മക്കയിലെ ആളുകളെ ഇടക്ക് വെച്ച് അല്ലാഹു കേൾപ്പിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയ 19 മുതൽ 21 വരെയുള്ള ആയത്തുകളിലും അതിനെ തുടർന്ന് 22, 23 എന്നീ ആയത്തുകളിലും അടങ്ങിയിട്ടുള്ളത് എന്നുകൂടി ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങിയത് എങ്ങനെയാണ്, അതിന്റെ നൈരന്തര്യം അള്ളാഹു നടപ്പിലാക്കിയത് എങ്ങനെയാണ് എന്നത് നോക്കിക്കാണാൻ, നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ, അത് ചരിത്രം നിരീക്ഷിച്ചുകൊണ്ട് മാത്രം നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റുകളായിട്ടല്ല അറിവുള്ളത്. ബയോളജി അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ്, ഹിസ്റ്ററി എന്നീ വിധത്തിലൊക്കെയുള്ള വേർതിരിവുകളല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. മനുഷ്യന് ഏത് മേഖല
പഠന വിധേയമാക്കുകയാണെങ്കിലും അതൊക്കെയും അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എന്നതാണ് വസ്തുത. അപ്പോ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് അത് പിന്നിട്ട കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളും അവശിഷ്ടങ്ങളും നമ്മുടെ കൺമുന്നിലുള്ള ഫോസിലുകൾ പോലെയുള്ള സംഗതികളും ഒക്കെ പഠിച്ചുകൊണ്ടാവാം മനുഷ്യോൽപത്തിയെ കുറിച്ച് ചരിത്രപരമായ അന്വേഷണം നടത്തുന്ന ഒരു രീതിയിലാകാം, പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ടാകാം. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹു എങ്ങനെ സൃഷ്ടിപ്പ് തുടങ്ങി, എങ്ങനെ അതിന് നൈരന്തര്യം നൽകി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, അത് ശാസ്ത്രത്തിന്റെ എല്ലാ ശാഖകളിലും ഉൾപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് സുബ്ബല്ലാഹു യുൻശിഉൻ നശ്അത്തൽ ആഖിറ. പിന്നീട് അവൻ മറ്റൊരു തുടക്കവും കുറിക്കാൻ പോകുന്നു, മറ്റൊരു സൃഷ്ടികർമ്മം, രണ്ടാമതൊരു തവണ വീണ്ടും ഒരു സൃഷ്ടിപ്പ് നടത്താൻ പോകുന്നു എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പുനരുത്ഥാനം, വീണ്ടും ഒരിക്കൽ അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരെയും ഹാജരാക്കുന്ന വിധത്തിൽ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവരെ ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള സംഗതിയല്ല. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നവര്, അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവര് എന്ന വിധത്തിലൊക്കെ ആളുകൾ വർഗീകരിക്കപ്പെടാനിരിക്കുന്നു. അവന്റെ അടുക്കലേക്ക് തന്നെയാണ് എല്ലാവരുടെയും മടക്കം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിടെ. അപ്പോ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവരെ കേൾപ്പിക്കേണ്ടിയിരിക്കുന്ന കാര്യം, ഇവരെത്ര തന്നെ ഫാൾസ് ഡെയിറ്റീസിനെ ആരാധിക്കുന്നവരായിരുന്നാലും ഇവരൊന്നും തിരിച്ചയക്കപ്പെടാൻ പോകുന്നത് ഇവര് ആരാധിക്കുന്ന ഈ മൂർത്തികളുടെ അടുക്കലേക്കോ ഈ വിഗ്രഹങ്ങളുടെ അടുക്കലേക്കോ ഒന്നുമല്ല. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് ഇവരൊക്കെയും തിരിച്ചയക്കപ്പെടാൻ പോകുന്നത്. ഇവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളോ ബിംബങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ ഒന്നുമല്ല, അവയുടെ അടുക്കലേക്കൊന്നുമല്ല ഇവര് തിരികെ അയക്കപ്പെടാൻ പോകുന്നത് എന്ന കാര്യം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.